നമസ്കാരം. തമിഴ്നാട്ടിൽ ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം 107 സീറ്റുകളുമായി ഒരു ന്യൂനപക്ഷ സർക്കാർ രൂപീകരിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇപ്പോൾ ഒരു മാസവും ഏതാനും ദിവസങ്ങളുമായി. ഈ കാലഘട്ടത്തിൽ തന്നെ തമിഴ്നാട്ടിലെ ക്രമസമാധാന നില ഏതാണ്ട് പൂർണ്ണമായും തകർന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ AIADMKയും DMK പ്രത്യേകിച്ച് ഉയർത്തുന്നുണ്ട്. ഒരു പരിധിവരെ അത് സത്യവുമാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഒരു 45 ദിവസം തികച്ചിട്ടില്ലാത്തൊരു സർക്കാരിനെ പ്രതി അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്നത് അത്ര ശരിയായൊരു രീതിയല്ല. അല്ലെങ്കിൽ അതിലൊരു ശരികേടുണ്ട്. കാരണം ഈ 45 ദിവസങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുഴപ്പങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ പലതും മുൻ സർക്കാരുകളുടെ പ്രവൃത്തികളായിരിക്കാം, അല്ലെങ്കിൽ അവർ അവലംബിച്ചു വന്ന ഏതെങ്കിലും പ്രവർത്തന രീതികളായിരിക്കാം. അതുകൊണ്ട് തന്നെ അത് തിരുത്തുവാനുള്ള സമയം ഒരു 3 മാസമോ 6 മാസങ്ങളോ ഒക്കെ പുതിയൊരു സർക്കാരിന് നൽകുക എന്നുള്ളത് സാധാരണ ഒരു മര്യാദയാണ്, സാമാന്യ മര്യാദയാണ്. പക്ഷേ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം അവിടെ ഇതിന് പിന്നിലുണ്ട്. ഈ സാമാന്യ മര്യാദ പാലിക്കപ്പെടുമ്പോൾ ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആ കാലഘട്ടത്തിൽ നടന്നാൽ അതിനൊരൊഴിവ് കഴിവായി ഈ സാമാന്യ മര്യാദ എന്നുള്ള വാദം ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട്. ആര്? ഭരണകക്ഷി എന്ന് പറയുന്നത് ജോസഫ് വിജയുടെ TVK, തമിഴക വെട്രിക്കഴകത്തിൻ്റെ വെർച്വൽ വാറിയേഴ്സ് എന്നൊരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന IT സെൽ, അവരുടെ അനൗദ്യോഗികമായ IT സെല്ലുണ്ട്. അവരിപ്പോൾ പറയുന്നത് തമിഴ്നാട്ടിലെ ക്രമസമാധാന നില ഒന്ന് ശരിയായി വരുവാൻ DMKയും AIADMKയും മാറി മാറി ഭരിച്ച് നാശമാക്കി വെച്ച വ്യവസ്ഥയെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുവാൻ വിജയ് അണ്ണന് സമയം വേണം. ആ സമയം നിങ്ങൾ കൊടുക്കണം. ഒരു 6 മാസം. 6 മാസങ്ങൾ കഴിയുമ്പോൾ 1 വർഷമാകുമത് എന്നുള്ളതാണ് ഏതാണ്ട് ഇപ്പോൾ കണ്ടുവരുന്ന രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, അവിടെ കൊള്ള നടക്കുന്നു, മദ്യപാനം കൂടുന്നു, ഇതൊന്നുമല്ല പ്രശ്നം. പിഞ്ചു കുഞ്ഞുങ്ങൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട്ടിലൊട്ടാകെയായി 5 പ്രായപൂർത്തിയാകാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് ക്രൂരകൃത്യങ്ങൾക്ക് ഇരയായത്. അതിന് ബലാത്സംഗം എന്ന് പോലും പറയരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പറയാതെ നിവൃത്തിയില്ല. അത്തരം ക്രൂരകൃത്യങ്ങൾക്ക് ഇനി ആ വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. ക്രൂരകൃത്യം എന്നുള്ളത് കൊണ്ട് പ്രേക്ഷകർ മനസ്സിലാക്കിയുള്ളൂ. ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾക്ക് ഇരയായത്, അതിൽ തന്നെ 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 2 കുഞ്ഞുങ്ങളുടെ നില ഗുരുതരമാണ്. 24 മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന കാര്യമാണ് ഈ പറയുന്നത്. കഴിഞ്ഞ 45 ദിവസങ്ങളിലുള്ള ഏതാണ്ട് 85 സംഭവങ്ങൾ, സമാന സംഭവങ്ങൾ തമിഴ്നാട്ടിലൊട്ടാകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം പരിഹാരമായി സ്ത്രീ സുരക്ഷയ്ക്കായി തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി തന്നെ വിജയ് മുന്നോട്ട് വച്ചിരുന്ന സിംഗപ്പെണ്ണെ എന്ന പോലീസ് പടയെ വിജയ് സ്ഥാപിച്ചു. അതിൻ്റെ ഫ്ലാഗ് ഓഫൊക്കെ നടത്തി. സിംഗപ്പെണ്ണെന്ന് പറയുന്നത് ഈ പോലീസുകാരെ വിളിക്കുന്ന പേരാണ്, വിളിപ്പേരാണ്, ഔദ്യോഗികമായിട്ടുള്ള വിളിപ്പേര് തന്നെയാണ്. ഈ സിംഗപ്പെണ്ണുകളുടെ നേതാക്കളിൽ ഒരാളുമായി വിജയ് അവരുടെ വാഹനത്തിൽ ഒരു ചുറ്റിക്കറക്കമൊക്കെ നടത്തി വലിയ പരസ്യവും പ്രചാരവും ഒക്കെ ഈ ഒരു പ്രവർത്തിക്കും അതിൻ്റെ ഫ്ലാഗ് ഓഫിനും നൽകിയിരുന്നു. അതിൻ്റെ ഉദ്ഘാടനത്തിന് നൽകപ്പെട്ടിരുന്നു. ദുഃഖകരമായൊരു കാര്യം, ഈ സിംഗപ്പെണ്ണിൻ്റെ വിളിക്കുവാനുള്ളൊരു നമ്പറുണ്ട്, 109 മറ്റോ ആണ്, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത്തരത്തിലുള്ള നമ്പറിലേക്ക് വിളിച്ചാൽ സിംഗപ്പെൺ പട പറന്നെത്തി പ്രശ്നത്തിന്, ഏത് സ്ത്രീകളുടെ പ്രശ്നത്തിന്, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും പ്രശ്നത്തിന് പരിഹാരം കാണും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാർഗ്ഗരേഖ, പ്രവർത്തനത്തിൻ്റെ മാർഗ്ഗരേഖ, സിംഗപ്പെൺ പടയുടെ പ്രവർത്തനത്തിൻ്റെ മാർഗ്ഗരേഖ. ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം, ഈ സിംഗപ്പെൺ പടയിലെ ഒരു കോൺസ്റ്റബിൾ ഇത്തരത്തിലുള്ള ആക്രമണത്തിന് വിധേയമാവുകയും അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ 100-ൽ വിളിക്കുന്നൊരു ഗതികേടിൽ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തു. സിംഗപ്പെൺ പടയുടെ ഉദ്ഘാടനത്തിൻ്റെ 2 ദിവസങ്ങൾക്കപ്പുറം. ആലോചിച്ച് നോക്കൂ. ഞാൻ അവരുടെ കഴിവുകളെക്കുറിച്ച് കാണുകയല്ല, പരിശീലനത്തെക്കുറിച്ച് കാണുകയല്ല. ഇത്തരത്തിലുള്ളൊരു പ്രചരണത്തിൻ്റെ ഒരു നിരർത്ഥകതയെക്കുറിച്ചൊന്ന് പ്രേക്ഷകരുമായി സൂചിപ്പിക്കുക. സിംഗപ്പെൺ പട പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ സഹായിക്കുന്ന, അവർക്ക് എപ്പോഴും ഒരു മനസമാധാനത്തോടു കൂടി ചെന്ന് പരാതി പറയുവാൻ പറ്റുന്ന വനിതാ പോലീസുകാരും അവരുടെ ഒരു പ്രത്യേക സംഘവും പോലീസ് സേനയിൽ തീർച്ചയായും ആവശ്യം തന്നെയാണ്. അതിന് സിംഗപ്പെൺ പട എന്ന് പേരിട്ടുള്ളൂ, പുലിപ്പെൺ പട എന്ന് പേരിട്ടുള്ളൂ, എന്ത് പേര് വേണമെങ്കിലും വിട്ടുള്ളൂ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ സുരക്ഷ ഒരുക്കുവാനുള്ള, ചിലപ്പോൾ അക്രമികളെ കായികമായി തന്നെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അതിനെയെല്ലാം നേരിടുവാൻ പരിശീലനം നൽകി തയ്യാറാക്കപ്പെട്ടൊരു പടയായിരിക്കണം അത്. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാട്ടിലുമുണ്ട് പിങ്ക് പോലീസ് എന്ന ഒരു സംവിധാനം. പിങ്ക് പോലീസിൻ്റെ സംവിധാനം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളത് അടിസ്ഥാനപരമായിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവരുടെയും മറ്റ് ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുന്നവരുടെയും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള അവരുടെ ഒരു പ്രവർത്തന രീതി.
അവർ പ്രത്യേകമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ തടയുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു വിശദമായിട്ടുള്ള കണക്ക് സർക്കാർ പുറത്തുവിട്ടാൽ അതിനെ സംബന്ധിച്ചുള്ളൊരു വിശകലനം നമുക്ക് നടത്താം. അന്വേഷിച്ച് കണ്ടുപിടിച്ച് വേണമെങ്കിൽ പിങ്ക് പോലീസിനെ കുറിച്ച് മറ്റൊരു വീഡിയോയും ചെയ്യാം. പ്രേക്ഷകർ അതിലേക്കുള്ള അവരുടെ താല്പര്യം, ആ വിഷയത്തിലുള്ള നിങ്ങളുടെ താല്പര്യം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവച്ചാൽ അതും ചെയ്യാം. ഇപ്പോൾ വിഷയം തമിഴ്നാടായതുകൊണ്ട്, സിംഗപ്പൺ പടയായതുകൊണ്ടും ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ തമിഴ്നാട്ടിലൊട്ടാകെ അരങ്ങേറുന്നതുകൊണ്ടും വിജയുടെ വാഗ്ദാനങ്ങൾ, ജോസഫ് വിജയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പുനഃപരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനെ വിമർശിക്കേണ്ട ആവശ്യകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സാമാന്യ മര്യാദ ഇക്കാര്യത്തിൽ നിലനിൽക്കില്ല. അതിൻ്റെ ഒരു പ്രയോഗം ഇക്കാര്യത്തിൽ അതിന് യാതൊരു സാധുതയുമില്ല എന്ന് തന്നെയുമല്ല, അടിസ്ഥാനപരമായിട്ട് അത്തരത്തിലുള്ള സാമാന്യ മര്യാദ കാണിക്കണം, 6 മാസങ്ങൾ വിജയണ്ണന് സമയം നൽകൂ എന്നാരെങ്കിലും പറഞ്ഞാൽ അവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന മൃഗങ്ങളെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സംരക്ഷിക്കുകയാണ് എന്ന് മാത്രമേ ഈ വിഷയത്തിൽ പറയുവാൻ സാധിക്കുകയുള്ളൂ. തന്നെയുമല്ല, ഈ മദ്യം, മയക്കുമരുന്ന് ഇവയെല്ലാം ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾക്കൊരു പ്രേരക ഘടകങ്ങളാണ്. മദ്യം ഘട്ടം ഘട്ടമായി തമിഴ്നാട്ടിൽ നിർത്തലാക്കും, മദ്യനിരോധനം കൊണ്ടുവരുമെന്നുള്ളതാണ് വിജയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ബിവറേജസുകൾ, ടാസ്മാക്ക് എന്ന് പറയുന്നതിന്, ടാസ്മാക്കുകളിൽ 700 ചില്ലുവാനം കടകൾ അടപ്പിച്ചു എന്ന് വിജയ് പറയുന്നുണ്ട്. അന്ന് ആ പ്രഖ്യാപനം വന്നപ്പോഴേ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി തത്വവി ന്യൂസ് പ്രേക്ഷകരോട് വ്യക്തമായൊരു കാര്യം പറഞ്ഞിരുന്നു. നിരന്തരമായി ഈ കടകൾ അടക്കിയല്ല തമിഴ്നാട് സർക്കാർ ചെയ്തിരിക്കുന്നത്. ആ കടകളെ അവർ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ലൈസൻസ് റദ്ദാക്കപ്പെട്ടിട്ടില്ല. ആ കടകൾ നടത്തുവാനുള്ള സ്വകാര്യ വ്യക്തികളാണ് അവിടെ പലപ്പോഴും ഇത് നടപ്പാക്കുന്നത്. അങ്ങനെ നടപ്പാക്കുന്ന വ്യക്തികൾ ഒരു കുപ്പി ഒന്നിന് 10 മുതൽ 30 രൂപ വരെ സർക്കാരിന് അധിക തുക ഈടാക്കി, മദ്യപന്മാരിൽ നിന്ന് ഈടാക്കി നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള വരുമാനം, പ്രതിദിനമുള്ള വരുമാനം വളരെ വലുതാണ്. കോടികളിലാണ് വരുന്നത്, അതും 100 കണക്കിന് കോടികളിലാണ് വരുന്നത്. അത്തരത്തിലുള്ളൊരു വരുമാനം ഒഴിവാക്കി തമിഴ്നാട് സർക്കാരിന് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കടകൾ പൂർണ്ണമായും അടച്ചതല്ല, സ്ഥലം മാറ്റി പ്രതിഷ്ഠിക്കുക മാത്രമാണ് ജോസഫ് വിജയ് ചെയ്തിരിക്കുന്നതെന്ന് തത്വമേ ന്യൂസ് മുൻപ് തന്നെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വരുമാന മാർഗ്ഗമാണ്. പക്ഷേ മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ തമിഴ്നാട്ടിലെ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു നിയമ സംവിധാനം, നിയമത്തിൻ്റെ വല വിരിച്ചില്ല എന്നുണ്ടെങ്കിൽ തമിഴ്നാടും കേരളം ഇപ്പോൾ ഒരു മയക്കുമരുന്ന് കേന്ദ്രമായി എങ്ങനെ മാറിയോ അതിനും അപ്പുറത്തേക്കുള്ളത്. കാരണം തമിഴ്നാടിൻ്റെ ഭൂപ്രകൃതിയും വലുതാണ്, ജനസാന്ദ്രതയും വളരെ വലുതാണ്. ജനസംഖ്യയും വളരെ വലുതാണ്. സാന്ദ്രത വളരെ കുറവാണ്. കാരണം പല പ്രദേശങ്ങളിലും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് കടലോര പ്രദേശങ്ങളിൽ വിജനമായ തീരങ്ങൾ, അല്ലെങ്കിൽ കാവലോ അല്ലെങ്കിൽ പെട്രോളിങ്ങോ ഒന്നുമില്ലാത്ത തീരപ്രദേശങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള തീരപ്രദേശങ്ങൾ പലതുണ്ട്. അത്തരത്തിലുള്ള തീരപ്രദേശങ്ങളിലേക്ക് ലക്ഷദ്വീപിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും മയക്കുമരുന്ന് ഒഴുകിയെത്തുകയും ആ മയക്കുമരുന്ന് തമിഴ്നാട്ടിലാകെ വ്യാപിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ച് അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെട്ട് ഭാരതത്തിന് തന്നെ വലിയൊരു ഭീഷണിയായി മാറുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിച്ചെടുക്കും. അത് പ്രത്യേകിച്ച് തമിഴ്നാടായാണ് നമ്മുടെ വിഷയമെന്നുള്ളത് കൊണ്ട് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന മൃഗങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇത് വിജയിക്കുള്ളൊരു സന്ദേശമല്ല. അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ തമിഴക വെട്രി കഴകത്തിൻ്റെ മലയാള ഘടകം വെർച്വൽ വാറിയേഴ്സ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ്. വിജയ് അണ്ണയ്ക്ക് ഒരു കയ്യൊടി കൊടുക്കാം, അഴിമതി കാണിച്ച് സ്വന്തം പാർട്ടി പ്രവർത്തകനെ പുറത്താക്കി 1.5 മില്യൺ വ്യൂസ്. ഇന്നലെയും ഞാൻ ഇത്തരത്തിലൊരു വിഷയം പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി റീൽസ് ഉണ്ടാക്കി ആളുകളെ കൂട്ടി കയ്യടി വാങ്ങുന്ന ഒരു പ്രവർത്തന രീതി, അത്തരത്തിലുള്ളൊരു പ്രവർത്തന രീതിയും തമിഴ്നാട്ടിൽ വിജയ്ക്ക് ഇത്രയും വലിയൊരു വിജയം നേടിക്കൊടുക്കുന്നതിൽ സഹായകമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഈ വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും കൊണ്ട് ഭരണത്തിലിരിക്കുമ്പോൾ ഏറെക്കാലം മുന്നോട്ട് പോകുവാൻ ജോസഫ് വിജയ്ക്ക് ആകില്ല. പ്രത്യേകിച്ച് DMK പോലെ രാഷ്ട്രീയ പരിചയമുള്ള, രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റിത്തെളിഞ്ഞ ഒരു പ്രതിപക്ഷം തമിഴ്നാട്ടിലുള്ളപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് തൻ്റെ സർക്കാരിന് കെടുകാര്യസ്ഥതയില്ല എന്ന്, അങ്ങനെയുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വിവിധ കോണുകളിൽ നിന്ന് തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ട് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത വിജയ്ക്കുണ്ട്. അതിനും അപ്പുറത്തേക്ക് വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്, ചെറുപ്പക്കാരികളായിട്ടുള്ള തമിഴ് പെൺകുട്ടികൾ, അതും 20, 21, 22 വയസ്സുള്ള പെൺകുട്ടികൾ ഇത്തരം സാഹചര്യങ്ങളിൽ തങ്ങൾ ചെന്ന് പെട്ടാൽ
വിജയ് അണ്ണ നേരിട്ട് വന്ന സിനിമയിലൊക്കെ ഉള്ളതുപോലെ തങ്ങളെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തമിഴ്നാട്ടിൽ കഴിയുന്നുണ്ട്. വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അവർക്ക് അത്രത്തോളം നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്നേഹം ജോസഫ് വിജയിലുണ്ട്, അത്രത്തോളം വിശ്വാസമുണ്ട്. കേൾക്കുമ്പോൾ പെട്ടെന്ന് മലയാളികൾക്കൊക്കെ ഇത് അവിശ്വസനീയമായിട്ട് തോന്നാം, പക്ഷേ അതാണ് വാസ്തവം. അത്തരത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം പെൺകുട്ടികൾ തമിഴ്നാട്ടിലുണ്ട്. അത്തരം പെൺകുട്ടികളുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത കൂടി ജോസഫ് വിജയ്ക്കുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനാസ്ഥത കാണിച്ചാൽ, അതിൽ പരാജയപ്പെട്ടാൽ, അതിലും വലിയൊരു വിശ്വാസവഞ്ചന തമിഴ്നാടിനോട് ജോസഫ് വിജയ്ക്ക് കാണിക്കുവാനില്ല. തന്നെയുമല്ല, ആ വിശ്വാസവഞ്ചനയ്ക്ക് തമിഴന്മാർ ഒരുപക്ഷെ അടുത്ത ഉപതെരഞ്ഞെടുപ്പിലായിരിക്കില്ല, അതിനപ്പുറത്തേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലും ആയിരിക്കില്ല. പക്ഷേ ഒരു 5 വർഷമോ അല്ലെങ്കിൽ ഒരു 10 വർഷങ്ങളോ കഴിഞ്ഞ് തമിഴ്നാട്ടുകാർ നൽകുന്ന തിരിച്ചടി ഒരുപക്ഷെ DMKയ്ക്ക് അവർ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നൽകിയ തിരിച്ചടിയേക്കാൾ വളരെ വലുതായിരിക്കും. വിജയെപ്പോലൊരാൾക്ക് അത് താങ്ങുവാനുള്ള ശേഷി ഉണ്ടാകുമോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനുമപ്പുറത്തേക്ക് തമിഴിലെ ഒരു 107 നിയോജക മണ്ഡലങ്ങൾക്കപ്പുറം വിജയിയെ വിശ്വസിക്കുന്ന വിജയുടെ ആരാധകർ, രാഷ്ട്രീയക്കാരനായ ജോസഫ് വിജയ് ഞങ്ങളുടെ മുതൽവറായ, അതായത് തമിഴിൽ മുഖ്യമന്ത്രിക്ക് പറയുന്നതാണ് മുതൽവർ എന്നൊക്കെ, മുതൽവറായ തലപതി വിജയ്, തലൈവർ വിജയ് ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം അത് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ വലിയൊരു പാപമായി അത് വന്ന് ഭവിക്കുമെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. എന്തായിരിക്കും വിജയുടെ മുന്നോട്ടുള്ള ഇക്കാര്യത്തിലുള്ള നടപടികൾ, തീരുമാനങ്ങൾ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.